അതുകൊണ്ട് അമ്മയ്ക്കൊരു ഫ്രീഡം ഇല്ല. അതാണ് ഇങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോഴേ അച്ഛന് പേടി എന്ന് പറഞ്ഞാൽ അമ്മ പോന്നുള്ള പേടി, സ്നേഹം കൊണ്ടിപ്പോ അങ്ങനെ അമ്മ പോന്നുള്ള പേടി കൊണ്ട് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ചങ്ങ് അമ്മയ്ക്കും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിലായിട്ട് ഞാൻ നാളെ അമ്മ അസീന വന്നില്ലെങ്കിൽ ഞാൻ ചാവും എന്ന് പറഞ്ഞോണ്ട് കൊറേ മിനിറ്റ് അച്ഛനെ വിളിച്ചത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണ്ണന്തല ഞാലാഞ്ചിറ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഹസീന സുരേഷ് ദമ്പതികൾ പരസ്പരം കലഹിച്ച് മരിച്ചു. പക്ഷെ അവിടെ ബാക്കിയാകുന്നത് 4 ജന്മങ്ങളാണ്. അറിയുന്നത്, അതായത് 4 ജന്മങ്ങൾ. അതിലെ മൂത്ത മകള് പറയുന്ന കാര്യങ്ങളാണ്. അത് കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ 2 പേരോട് ഒരു സഹതാപം പോലും തോന്നുന്നില്ല. അതായത് ഒരു കുടുംബം, ആ കുടുംബം എങ്ങനെയായിരിക്കണം, ഒരു കുടുംബം എന്താണ്, 4 മക്കൾ മാത്രം ഇതാക്കിയാൽ പോരാ, കുടുംബം എന്താണ്, അതെങ്ങനെ കൊണ്ടു നടക്കണം എന്നുപോലും അറിയാത്ത 2 പേരായിരുന്നു അവർ എന്ന് എനിക്ക് മനസ്സിലായത്. അതായത് ആ സ്ത്രീയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. അതുപോലെ തന്നെ ആ പുരുഷന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും മാരകമായ തെറ്റുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ 2 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം മത്സരിച്ചുകൊണ്ട് സംശയത്തിന്റെയും അതുപോലെ തന്നെ കുടുംബം എങ്ങനെ കുളം തോണ്ടാം എന്ന് റിസർച്ച് ചെയ്യുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെയുള്ള പെരുമാറ്റമായിരുന്നു. അതായത് വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഭയം. എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഭാര്യ പോയി കളയുമോ, ഇതിന്റെ പേര് സ്നേഹം എന്നാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു മണ്ണാങ്കട്ടിയല്ല, ഇയാളുടെ കഴിവുകേട് കൊണ്ട് ആ സ്ത്രീ ഇറങ്ങിപ്പോകുമോ എന്നുള്ള ഒരു ഭയം നല്ല രീതിയിൽ മനുഷ്യനുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം, ഈ സ്ത്രീക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നോ, ആ സ്ത്രീയുടെ സ്വഭാവത്തിൽ അതുണ്ടായിരുന്നോ, മക്കൾ വരെ അങ്ങനെ തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ എത്രത്തോളം മോശപ്പെട്ടതായിരിക്കും. അതായത് തൻ്റെ 4 മക്കളെയും ഭർത്താവിനെയും, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ഒന്നിക്കിലും ഈ 4 മക്കളെയും കൊണ്ട് മാറി താമസിച്ചൂടെ, അല്ലെങ്കിൽ ഈ ഭർത്താവിന് ഇനിയിപ്പോ ആ സ്ത്രീ പോകട്ടെ, ഇഷ്ടമുള്ളിടക്ക പോകട്ടെ എന്ന് കരുതിയിട്ട് അയാൾക്ക് ഈ മക്കളെയും കൊണ്ട് താമസിച്ചൂടെ. ഇത് രണ്ടും ചെയ്തില്ല. രണ്ടും ചെയ്യാതെ ഇവർ ചെയ്ത കാര്യം എന്താ, പരസ്പരം പോരടിച്ച് വിട്ട് 2 പേരെന്ന് പറഞ്ഞാൽ തീർന്നു എന്നുള്ളതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിന് ഇങ്ങനെയുള്ള ടീമുകൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഒന്നിച്ച് താമസിക്കരുത്. ഇങ്ങനെയുള്ള ടീമുകൾ എത്രയും പെട്ടെന്ന് മാറി താമസിച്ചു കഴിഞ്ഞാൽ ആ മക്കൾക്ക് 2 പേരിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാകും. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അനാഥത്തിലേക്ക് തള്ളി വിടും അവരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ 2 പേർക്കും വീണ്ടും വിചാരം ഉണ്ടായില്ല. അതായത് എല്ലാവരും പറയുന്നത് പോലെ ഈ ഹസീന എന്ന് പറയുന്ന സ്ത്രീ അവരവരുടെ സ്വന്തം വീട്ടിലേക്കാണ് പോയത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് പേര് വന്നിരുന്നു. എന്നെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സ്വന്തം മകള് പറയുമ്പോഴേ അത് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. സ്വന്തം മകള്, ആ മകൾക്ക് അറിയുന്നത് പോലെ വീട്ടിൽ മറ്റാർക്കും അറിയില്ല. എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ അയൽവാസികൾക്കോ വീട്ടുകാർക്കോ അറിയില്ല. പക്ഷെ സ്വന്തം മകൾക്കറിയാം ആ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്. അച്ഛൻ്റെയും അമ്മയുടെയും മാറ്റങ്ങൾ ആ 2 മക്കൾക്കറിയാം. പക്ഷെ അവിടെ നടക്കുന്ന പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന തരത്തിലുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കുടുംബത്തിന്റെ ഒരു മാന്യത, അല്ലെങ്കിൽ ആ കുടുംബം ഞങ്ങളുടെ ആ 4 മക്കള് സുരക്ഷിതമായി വളരണം, അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കണം, അവരെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കണം, അവർക്ക് നല്ലൊരു ഭാവി ജീവിതം വേണം എന്നുള്ളൊരു വിചാരങ്ങൾ ഇവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2 പേർക്കും അവരവരുടെ വാശി, അവരവരുടെ ഈഗോ, അവരവരുടെ സ്ഥാനം, അവരവരുടെ സുഖം, ഇത് മാത്രമായിരുന്നു ഉള്ളത് എന്നുള്ളതാണ്. അപ്പോ ഈ ഹസീന ബീബി എന്ന് പറയുന്ന സ്ത്രീ, അവരെ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറ്റൂല. കാരണം എന്ത്, ഇവനെ സ്നേഹിച്ചു കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ആ സ്ത്രീ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ആ സ്ത്രീ ഇവന്റെ സ്നേഹത്തിന്റെ കരുതൽ എന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് ഈ സ്ത്രീ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സംശയമാണ്, അതുപോലെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സംശയമാണ്, എവിടെയെങ്കിലും നോക്കിപ്പോയി കഴിഞ്ഞാൽ സംശയമാണ്. അങ്ങനെ എല്ലാ സാഹചര്യവും കൊടുത്തിട്ട് ഒരു കൂട്ടിലിട്ട തത്തയെ പോലെയാണ് ഇയാൾ വളർത്തിയത്. ഇവരെങ്ങാനും പുറത്തു പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കൊത്തിക്കൊണ്ടുപോകുമോ എന്നുള്ളൊരു ഭയം ഈ സുരേഷിനെ നല്ല രീതിയിൽ വേട്ടയാടിയിട്ടുണ്ട്. അത് സുരേഷ് തീർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്ത്രീയിൽ തന്നെയാണ്. കൊടിയ മർദ്ദനങ്ങൾക്കും അതുപോലെ ഇതിനൊക്കെ അവരെ വിധേയമാക്കും. അങ്ങനെയാണ് ഈ സ്ത്രീയോടുള്ള സ്നേഹം ഇയാൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു ഭ്രാന്തമായ സ്നേഹം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എപ്പം കുടുംബം തകർന്നു എന്ന് ചോദിച്ചാൽ മതി. കാരണം ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ, അതായത് വേറെ എവിടെയും പോകരുത്,
എനിക്ക് മാത്രം വേണം എന്നുള്ളതാണ്. അതുപോലുള്ളൊരു വ്യക്തി തന്നെയാണ് സുരേഷ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്ത്രീക്കാണെങ്കിൽ അവസാന കാലത്തോട് കൂടിയിട്ട് അവർക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. മകള് തന്നെയാണ് പറയുന്നത് പലപ്പോഴും ഉമ്മയുടെ സംസാരത്തിലുള്ള മാറ്റങ്ങൾ, പിന്നെ അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ, അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള മാറ്റങ്ങൾ, ആ കുടുംബജീവിതത്തിലുള്ള മാറ്റങ്ങൾ, ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആരെയും വേണ്ട എന്നുള്ള തരത്തിൽ, അവർക്ക് ഒരാളെ പോലും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരെ ഈ ഹസീന ബീവി എന്ന് പറയുന്ന സ്ത്രീ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ ആ കുടുംബം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥയിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല ആ കുടുംബം കടന്നുപോയത്. അവിടെയുള്ള മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ 4 മക്കളും ഇപ്പോഴും ചിലപ്പോൾ ആശ്വസിക്കുന്നുണ്ടാവും. അനാഥരായി കഴിഞ്ഞാലും രണ്ടുപേരുടെയും തമ്മിലടി കാണണ്ടല്ലോ, അച്ഛൻ്റെയും കാണണ്ട, അമ്മയുടെയും കാണണ്ട. എന്തൊക്കെയാ അവർ കാട്ടിക്കൂട്ടിയത് മക്കളുടെ മുന്നിൽ വെച്ചിട്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഒരു യുഗം മുഴുവൻ അനുഭവിക്കേണ്ട വേദനയും ദുഃഖവും മുഴുവൻ ആ മൂത്ത മകള്, എല്ലാത്തിനും സാക്ഷിയായ മകളെ അനുഭവിച്ചു എന്നാണ് അവരുടെ അഭിമുഖത്തിൽ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഹസീനമാരും സുരേഷുമാരും ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മാറി താമസിക്കണം. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളത് സ്നേഹമല്ല, വെറും ഒരു തരം ഭ്രാന്താണ് എന്നേ ഞാൻ പറയുള്ളൂ. അതൊരിക്കലും സ്നേഹമാണെന്ന് പറയാൻ കഴിയില്ല. ഭയങ്കരമായിട്ട് എനിക്ക് ഭാര്യയോട് സ്നേഹമാണ്, ഭയങ്കരമായിട്ട് എനിക്ക് ഭാര്യയെ കെയർ ചെയ്യുന്നു, എല്ലാ സാധനങ്ങൾക്കും അവൾക്ക് തിന്നാൻ കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും കൊണ്ട് കൊടുക്കുന്നു. പക്ഷേ അവൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറ്റമാണ്, അവൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കുറ്റമാണ്, അവൾ ആരെങ്കിലും അതായത് എന്തെങ്കിലും കാര്യം പറഞ്ഞു പോയാൽ കുറ്റമാണ്. ഇനി ഇയാളെ കാണാൻ വേണ്ടി ആരെങ്കിലും വന്നു കഴിഞ്ഞാലും അവർക്കന്ന് നല്ല രീതിയിൽ അടി കിട്ടുമായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള, അതായത് അച്ഛൻ എന്ന് പറയുന്നവന്റെ ഓവർ സ്നേഹം കാരണം നശിച്ച ഒരു കുടുംബമായിട്ടാണ് എനിക്ക് ഈ മണ്ണന്തല നാലാഞ്ചിറയിലെ കുടുംബത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ നടന്ന ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ കൂടുതൽ തന്നെയാണ്. എല്ലാവർക്കും അറിയാമായിരുന്നു അവിടെ ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമെന്ന്. കാരണം ഇയാളുടെ ആ ഒരു പോക്ക്, അതുപോലെ ആ സ്ത്രീയുടെ ആ ഒരു പോക്ക്, സ്ത്രീയാണെങ്കിൽ ഇയാൾ മടുത്തു എന്നുള്ള തരത്തിലായിരുന്നു. കാരണം ഇത്രയും സ്നേഹിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും മടുക്കും. ഒരു മറ്റേ തരത്തിലുള്ള സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും മടുക്കും. പല ആൾക്കാരും ഉണ്ട്, അതായത് പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ വേറൊന്നും സമ്മതിക്കത്തില്ല. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് എന്തിന്റെ കുറവാണ് ഇവിടെ എന്ന്. ഭാര്യയോട് ഭർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് എന്തിന്റെ കുറവാണ് ഇവിടെ? എല്ലാ സാധനവും ഇവിടെ ഇല്ലേ? ഇവിടെ തിന്നാനില്ലേ? ഉടുക്കാനില്ലേ? അതുപോലെ മാനസിക സുഖമില്ലേ? എല്ലാം ഇല്ലേ? പിന്നെന്താ നിനക്ക് വേണ്ടത്? പക്ഷെ പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവളെ ആരെങ്കിലും കൊണ്ടുപോയാലോ, അല്ലെങ്കിൽ ഇവളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാലോ, അയ്യോ ഇവളെ എൻ്റെ ജീവിതത്തിന് പോകുമോ, എന്നെക്കാട്ടിയും കഴിവുള്ള ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ പോകുമോ എന്നുള്ള സംശയം കൊണ്ട് എന്ന് പറഞ്ഞ ആ സ്ത്രീയെ ശരിക്കും ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്നവരുടെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള 2 പേര്, ഈ 2 പേര് നമ്മുടെ സമൂഹത്തിൽ ഇനിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ മാറി താമസിക്കണം. ഇല്ല അവർ 2 പേരും, അതായത് വേണ്ട, നിങ്ങൾ ഒന്നിച്ച് താമസിക്കണ്ട. ഇതല്ല സ്നേഹം എന്ന് പറയുന്നത്. ഒരു ആടിനെ പോലെ, അല്ലെങ്കിൽ ഒരു മാടിനെ പോലെ കെട്ടിയിട്ടിട്ട് നിനക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുതരാം എന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കുന്നതല്ല ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കുടുംബം, ആ കുടുംബപരമായിട്ട് ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ആ കുടുംബം എങ്ങനെ നല്ല രീതിയിൽ പോകണം, തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവർ, അതുപോലെ മക്കളെ നല്ല രീതിയിൽ പ്രാപ്തരാക്കുന്നവർ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആൾക്കാർ നമ്മളെ ഇടയിലുണ്ട്. അവിടെയാണ് കുടുംബം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 2 പേരും കുടുംബത്തിനൊന്നുമല്ല. ഇവർ ആർക്കോ വേണ്ടി ജീവിച്ചു, ആർക്കോ വേണ്ടി മരിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ സ്ത്രീയുടെ കയ്യിലും നല്ല രീതിയിലുള്ള തെറ്റുകളുണ്ട്. ഇതൊരു സംശയം മാത്രമായിരുന്നില്ല, ശരിക്കുള്ളത് തന്നെയാണെന്ന് മകള് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മളൊക്കെ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാനും 2 വീഡിയോയിൽ വിചാരിച്ചത് എന്താ വെച്ചാൽ, ഇവർ പറയുന്നതെല്ലാം നുണയാണ്, ആ സ്ത്രീക്ക് നല്ല രീതിയിൽ വേറെ ബന്ധോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്നിപ്പോഴും മകള് പേരടക്കം എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അതായത് പേരടക്കം ഒരു വ്യക്തിയുടെ പേര് പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ അയാളുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരൊക്കെ ജീവിക്കുകയല്ല ചെയ്തത്, പരസ്പരം വെട്ടിമരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നതായിട്ട് അഭിനയിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. അതായത് അന്യ മതത്തിൽ നിന്നും കല്യാണം കഴിച്ചു, അത് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരുന്നു. പക്ഷേ ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് സംശയങ്ങളുടെയും അതുപോലെ തന്നെ ഓവർ സ്നേഹങ്ങളുടെയും ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും
ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു വളരെ അതായത് ഭയങ്കരമായിട്ടുള്ള ആ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ, അതായത് ആ കുഞ്ഞുങ്ങൾ തുറന്ന് പറയുന്നത്, ആ മൂത്ത മകൾ തുറന്ന് പറയുന്നത്, ഇതൊക്കെ കേൾക്കുമ്പോഴെന്നാണ് ഏതൊരു രക്ഷിതാവിൻ്റെയും മനസ്സ് പടിയുമെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് നമ്മളൊക്കെ ഒരു കുടുംബനാഥനാണെങ്കിൽ ആ ഒരു പെൺകുട്ടി പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും കേൾക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.